ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്നിവിടെ നോക്കാം. ഏതൊരു സന്തോഷം നിറഞ്ഞൊരു അവസരം വരുമ്പോഴും നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ലഡുവിനെ കുറിച്ചാണ്. ഒരു ബോക്സ് ലഡു വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാവർക്കും വിതരണം ചെയ്ത് അത് കഴിക്കുമ്പോൾ ആ സന്തോഷം നമുക്ക് ഇരട്ടിയാവത്തതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ സോഫ്റ്റായ രുചികരമായ ലഡു എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് ഞാനിവിടെ കാണിച്ചു തരാം. ലഡുവിൻ്റെ ബൂന്തി ഉണ്ടാക്കാനുള്ള പാത്രം, ഒരു തവി കയ്യിലില്ലാത്തവർ വിഷമിക്കേണ്ട, അതിനുള്ള പരിഹാരവും ഞാനിതിൽ പറയുന്നുണ്ട്. എല്ലാവരും ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതണം, എന്നാലേ എനിക്ക് ഫീഡ്ബാക്ക് കിട്ടുകയുള്ളൂ. മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. ഇത് ലഡു ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കടലമാവാണ്. സാധാരണ നമ്മുടെ കടകളിലൊക്കെ നമ്മൾ ബജി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന കടലമാവ്. അതൊരു 2 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഇനി ഒരു 1/4 ടീസ്പൂൺ കളർ ചേർക്കുന്നുണ്ട്. ഫുഡ് കളർ, ഒരു സാഫ്രൺ കളറാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് ചേർക്കാം. ഇപ്പോൾ വീട്ടിൽ നമ്മൾ റെഗുലർ ഉണ്ടാക്കാനാണെങ്കിൽ അതിനകത്ത് കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിറം കാണത്തില്ലെന്നേ ഉള്ളൂ, രുചിക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി ഇത് വെള്ളം ഉപയോഗിച്ച് ഒരു നല്ലൊരു ബാറ്ററായിട്ട് കുഴച്ചെടുക്കണം. ഞാനിവിടെ ഒരു ഏകദേശം 1.5 കപ്പോളം വെള്ളം ആദ്യം ചേർത്ത്, ഈ കട്ടയൊന്നും കെട്ടാതെ നല്ല കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് മിക്സ് ചെയ്ത് ഒരു നല്ലൊരു ബാറ്ററിൻ്റെ പരുവത്തിലാക്കി കുഴച്ചെടുക്കുക. വെള്ളം ഒരുപാട് ചേർക്കരുത്, ഒരുപാട് ചേർത്താൽ ആ ബൂന്തി ശരിയാവത്തില്ല. അപ്പോൾ തൽക്കാലം 1.5 കപ്പ് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. അതിനുശേഷം വെള്ളത്തിൻ്റെ പരുവം കറക്റ്റാണോ എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പിന്നെ വെള്ളം കൂടുതൽ വേണമെങ്കിൽ അന്നേരം ചേർത്താൽ മതി. ഇപ്പോൾ ഞാനിത് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് കടലമാവ് നന്നായിട്ടൊരു മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ആ മാവിൻ്റെ പരുവം. ഇനി ഞാൻ എണ്ണയിൽ ചുട്ട് തുടങ്ങുമ്പോൾ വെള്ളം കൂടുതൽ വേണോ വേണ്ടയോ എന്ന് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ബൂന്തി ഉണ്ടാക്കുന്ന തവി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നോർമലി കടകളിലൊക്കെ അവർ ബൂന്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പാത്രം. ഇതെൻ്റെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിതിലാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. ചെറിയ ഹോൾസ് ഉള്ള ഒരു തവിയാണിത്. അപ്പോൾ അത് കയ്യിലില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന, നമ്മൾ എണ്ണയൊക്കെ വറുത്ത് കോരാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു തവി മതി. കിഴുത്തയുള്ള ഏതെങ്കിലും ഒരു തവി നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ നമ്മൾ പച്ചക്കറിയും ഒക്കെ ഗ്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രേറ്റർ, നമ്മുടെ എല്ലാ വീടുകളിലും ഏതെങ്കിലുമൊക്കെ ടൈപ്പ് ഗ്രേറ്ററുകൾ ഉണ്ടാവും, അത് ഏതെങ്കിലും ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ ഹോളുള്ള എന്തെങ്കിലും പാത്രമോ ഏതെങ്കിലും പാത്രങ്ങൾ നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ഇതൊന്നുമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് പാത്രം നമ്മൾ എടുത്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഈ ബൂന്തിയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള ഹോൾസ് അതിനകത്ത് ഇടുക. വല്ല സ്ക്രൂ ഡ്രൈവറോ സേഫ്റ്റി പിനോ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യത്തിന് വലുപ്പത്തിന് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു സാധനം വെച്ചിട്ട് അതൊന്ന് ഗ്യാസിലോട്ട് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പത്തിനുള്ള ആ ഹോൾസ് അതിനകത്ത് ഇടുക. ഇട്ട് കഴിഞ്ഞാൽ അതും നമുക്ക് ഉപയോഗിക്കാം. ഇതേ കണ്ടോ, ഞാനിപ്പോൾ ഒരു ചെറിയ ബൂന്തിയുടെ മോത്തിച്ചൂർ ലഡുവിൻ്റെ വലുപ്പത്തിനുള്ള ചെറിയ ഹോൾസാണ് ഇതിനകത്ത് സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ ഹോൾസും ഇതിനകത്ത് ഇടാം. ഇട്ടിട്ട് നിങ്ങൾക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ബൂന്തി വറുത്തെടുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണയിലോ നെയ്യിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വറുത്തെടുക്കാം. ഇവിടെ ഞാൻ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണയിലേക്ക് ആദ്യം നമ്മൾ ഒരു സ്പൂണിൻ്റെ അറ്റം കൊണ്ട് ഒരു തുള്ളി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടാണെങ്കിൽ അപ്പം തന്നെ അത് പൊങ്ങി വരണം. ആ ഡ്രോപ്സ് പൊങ്ങി ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ അത് നല്ല റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ നമ്മുടെ ബൂന്തിയുടെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണെന്നാണ് അർത്ഥം. വെള്ളം കുറവാണെങ്കിൽ ആ നല്ല റൗണ്ട് ഷേപ്പ് വരത്തില്ല, അതിങ്ങനെ ഒരുമാതിരി വാല് പോലെ അതിനിങ്ങനെ നീണ്ടു വരും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളവും കൂടെ, ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആദ്യം ശരിയായി വന്നില്ല, അപ്പോൾ പിന്നെ അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തു. വെള്ളം ചേർത്തിട്ട് ഞാൻ ഇതിപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ബൂന്തീസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അത് എല്ലാ ബൂന്തികളും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ബൂന്തി ഉണ്ടാക്കുന്ന ഏത് പാത്രമാണ്, തവിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു തവി മാവ് കോരി ഒഴിക്കുക. മാവ് കോരി ഒഴിച്ചിട്ട് പതുക്കെ ആ തവി കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ഡ്രോപ്സ് വരാൻ തുടങ്ങും. ഇല്ലെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താലും മതി. തട്ടിക്കൊടുത്താലും അല്ലെങ്കിൽ നമ്മളൊന്ന് അനക്കി കൊടുത്താലും ബൂന്തികൾ വരും. ഒരുപാട് നിറച്ച് ബൂന്തി ഉണ്ടാക്കരുത്, കാരണം അതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചു പോകും. അപ്പോൾ കുറേശ്ശെ നമ്മൾ അതിനെ ഒന്ന് ഒഴിച്ചെടുക്കുക. ഒരുപാട് നേരം എണ്ണയിലിട്ട് മൂപ്പിക്കേണ്ട, കാരണം ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലഡു ഭയങ്കര കട്ടിയായിപ്പോൾ. കുറച്ച് ഒരു 10-15 സെക്കൻഡ് ഒന്ന് വെന്ത് വന്നാൽ മതി, കാരണം എണ്ണയിലേക്ക് വീഴുമ്പോൾ തന്നെ അത് ഓൾറെഡി വെന്ത് വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നമ്മൾ അധികം കളർ ചേഞ്ച് വരാതെ തന്നെ ബൂന്തി അതിൽ നിന്ന് നമ്മൾ കോരി ഒരു പാത്രത്തിലേക്കോ ടിഷ്യൂവിലേക്കോ ഏതെങ്കിലും മാറ്റി വയ്ക്കുക.
ആദ്യത്തെ ട്രിപ്പ് നമ്മൾ വറുത്തെടുത്ത ബൂന്തി റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നല്ല പാകത്തിന് വെന്ത കളറും ഒക്കെ റെഡി ആയിട്ടുള്ള ബൂന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ ബാക്കിയെല്ലാം വറുത്തെടുക്കാം. ഇനി ഗ്രേറ്ററിനകത്തൂടെ ഒന്നുണ്ടാക്കുന്നത് കൂടെ ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഒരു ഗ്രേറ്റർ വെച്ചിട്ട് അതിലേക്ക് മാവ് നമ്മൾ പറഞ്ഞ പോലെ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക, അല്ല തവി ഉണ്ടെന്ന് കറക്കി കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് അതുപോലെ ബൂന്തി റെഡി ആയിട്ട് കിട്ടും. ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് പാത്രത്തിൽ, എൻ്റെ ബൂന്തി അത് ചെറുതായതുകൊണ്ട് ഞാൻ ഇതിലൂടെ മിക്സ് ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആവശ്യത്തിന് വലുപ്പത്തിന് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വളരെ എളുപ്പമാണ്. ഇപ്പം ലഡു ഉണ്ടാക്കാൻ ഇത്രയും സത്യം പറഞ്ഞാൽ ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഇനി ഒന്ന് മധുരം ഒന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ ലഡു റെഡിയായി. ഇതേയുണ്ട്, ഞാൻ എല്ലാ മാവും വറുത്തെടുത്തു. ഓൾമോസ്റ്റ് എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ലഡു ഉരുട്ടി പരുവത്തിലാക്കി എടുക്കാം. നമുക്ക് ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോവാം. അതിന് പഞ്ചസാര നമുക്ക് പാനിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് ഷുഗറാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. പഞ്ചസാര കൂടുതൽ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. ഇത് അത്ര വലിയ മധുരമുള്ള ലഡുവിൻ്റെ കണക്കല്ല ഞാനീ പറയുന്നത്, ഒരു മീഡിയം ആണ്. അപ്പം 1.5 കപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ കളറും വീണ്ടും ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നാരങ്ങ നീര് 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട്. ആ ഷുഗർ കട്ട പിടിച്ച് ക്രിസ്റ്റലായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. ഇത് പഞ്ചസാര അങ്ങ് പാവായി വരുമൊന്നും വേണ്ട, ജസ്റ്റ് പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വന്നാൽ മതി. കാരണം ഒത്തിരി പാവായി കഴിഞ്ഞാൽ ലഡു ഭയങ്കരമായിട്ട് കട്ടിയായിപ്പോവും. അപ്പോൾ അതൊന്ന് പഞ്ചസാര ഒന്ന് അലിഞ്ഞ് ഒന്ന് നല്ല ലിക്വിഡ് പരുവാവുന്നിടം വരെ നിങ്ങളതൊന്ന് അലിയിച്ചെടുക്കുക. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൂന്തി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ പഞ്ചസാര എല്ലാം അതിലേക്കൊന്ന്, ഇതിപ്പോൾ തീയിലാണ്, ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് പഞ്ചസാര നന്നായിട്ട് ആ ബൂന്തിയിലേക്കൊക്കെ പിടിക്കുന്നിടം വരെ കുറച്ച് നേരം, ഒരു 2, 3, 4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ പിടിച്ച് വരുമ്പോൾ തന്നെ ആ തീ ഓഫ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ഉണക്കമുന്തിരിയോ അണ്ടിപ്പരിപ്പോ പിസ്തയോ ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചൊരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുക. നെയ്യ് കൂടുതൽ ചേർത്താൽ രുചി കൂടും. ഇപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ചൂട് കുറച്ചൊന്ന് ആറിക്കഴിയുമ്പോൾ, നമ്മുടെ കൈക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ചൂട് ആയി കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവിയിട്ട് നമ്മുടെ ആവശ്യമുള്ള വലിപ്പത്തിൽ ലഡു ഒന്ന് ഉരുട്ടിയെടുക്കുക. നല്ല കുറച്ചൊന്ന് അമർത്തണം കേട്ടോ, ഒരുപാട് അമർത്തരുത്, തീരെ അങ്ങ് ബലമില്ലാതെ ആവരുത്. അപ്പോൾ കുറച്ചൊരു നല്ലൊരു ബലത്തിൽ നല്ല വൃത്തിക്ക് ടൈറ്റാക്കിയതൊന്ന് ഉരുട്ടിയെടുക്കുക. ലഡു റെഡിയായി. ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന 2 കപ്പ് മാവിൽ നിന്ന് ഏകദേശം ഒരു 25 മുതൽ 30 ലഡു വരെ വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഈ വരുന്ന ദീപാവലിക്ക് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന ഹോളിക്കും നമ്മുടെ വീട്ടിലെ എല്ലാ സന്തോഷ അവസരങ്ങളിലുമൊക്കെ നമ്മുടെ കൈകൊണ്ട് തന്നെ ലഡു ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ സന്തോഷം ഇരട്ടിയാകും. എല്ലാവരും എന്തായാലും എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ എഴുതണം കേട്ടോ, തീർച്ചയായിട്ടും.